ത്രിയേക ദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വിശുദ്ധ മേശയ്ക്കായി ഒരുങ്ങുവാൻ ദൈവം നമ്മുടെ ആയുസ്സിൽ തരുന്ന വലിയ അവസരത്തിനായി പുതിനായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുക. ഇന്ന് വചനധ്യാനത്തിനായി നമ്മെ തന്നെ ഒരുക്കുന്ന സമയമാകുന്നുവല്ലോ. ഇത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും തുടർന്ന് നമ്മുടെ വചനധ്യാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയായി ഈ ദേശത്തെ അനുഗ്രഹമായ ശുശ്രൂഷ നിർവഹിച്ച നമ്മുടെ ജെയിംസ് തോമസ് അച്ഛനാണ്. പ്രിയപ്പെട്ട ജെയിംസ് തോമസ് അച്ഛനും പ്രിയപ്പെട്ട കൊച്ചമ്മയും ഇത് നമ്മളോട് ആരാധനയിൽ സംബന്ധിക്കും നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. ഏറ്റവും സന്തോഷത്തോടെ പ്രിയ അച്ഛനെയും കൊച്ചമ്മയും നമ്മുടെ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ അനുഗ്രഹീതമായ വചനധ്യാനത്തിനായി അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യും. Praise the Lord. It is indeed a great joy to be with you all, the Detroit Marthoma Church parish family, for yet another Holy Kurbana service. ഈ വിധത്തിൽ എന്നെ ശക്തീകരിച്ച വലിയവനായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ജൂൺ 27 മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ വൈദിക ശുശ്രൂഷയിൽ 40 വർഷങ്ങൾ പൂർത്തീകരിച്ച് 41-ാം വർഷത്തിലേക്ക് പ്രവേശിച്ച് ഇത് 2ാമത്തെ ഞായറാഴ്ചയാണ്. ഈ നാളുകളിൽ ദൈവം ബലഹീനനായ അടിയൻ്റെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും പകർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം നിങ്ങളോടൊപ്പം ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധനയിലും വചന ശുശ്രൂഷയിലും നേതൃത്വം കൊടുക്കുന്നതിന് അനുവാദം നൽകിയ നമ്മുടെ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി ജോബിൻ ജോസ് അച്ഛനോടും അതുപോലെ നമ്മുടെ വലിയച്ഛൻ വന്യനായ പി ചാക്കോ അച്ഛനോടും ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ എല്ലാവരോടുമുള്ള ഹൃദയ നിർഭരമായ നന്ദിയും കടപ്പാടും ഞാൻ ആരംഭത്തിൽ അറിയിച്ച് കൊള്ളട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ആതിഥ്യമരുളി ഞങ്ങളെ സൽക്കരിച്ച പ്രിയപ്പെട്ട ജോർജി മാത്യൂസിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങളിൽ ചിലരെയൊക്കെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ ഇടവക മിഷൻ കൂട്ടായ്മയിലും അല്ലാതെയും കാണുന്നതിന് ദൈവം കൃപ ചെയ്തു. എല്ലാവരെയും ഒരുമിച്ച് കാണുവാനുള്ള ഒരവസരമാണ് ഈ ഒരു ഞായറാഴ്ചയിലെ ആരാധനയുടെ അനുഭവം. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് കൃപ ചെയ്ത് ഞങ്ങളെ ഒരിക്കൽ കൂടെ നിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ശക്തീകരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ആരാധന മധ്യേ ആദ്യവസാനം നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ നിറച്ച് ദൈവിക പരിജ്ഞാനത്തിൽ ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ച് ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും അവിടുത്തെ വചനങ്ങളാൽ പുതുക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമാക്കി അവിടുന്ന് തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Once 3 believers belonging to 3 different denominations came together for a fellowship. When they were together, they shared their church's tradition about giving and tithing practices. The first man said,
when we get an income, what we do is that we make a circle, and the person who received the income or blessing step inside the circle and throw all the money upwards. Whatever that fell inside will be taken by the person, and whatever that fell outside the circle will be given for God's work. Then the second person said, we also follow a particular style of giving, almost similar to what you do in your church. What we do is that we draw a circle, we step inside, and we will throw up the money. And whatever that fell outside the circle will be given for the Lord's work. And whatever that fell inside the circle, we will take. Then the third person shared his church's tradition. He said, when we get an income, we also draw a circle and step inside, and we will throw up the money. Whatever that goes up will be given to God's work, and whatever came down will be taken by us. ഇതിൽ ഏത് ട്രഡീഷനാണ് മാർത്തോമാ സഭയുടെ അംഗങ്ങളായിട്ടുള്ള നമ്മൾ പിന്തുടരുന്ന ഒരു ഗിവിങ് ഹാബിറ്റ്, ഗിവിങ് സ്റ്റൈൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നാം സഭയായി ദ ടൈത്ത് ഓഫറിംഗ് സൺഡേ എന്ന പേരിലാണ് ആചരിക്കുന്നത്. And the theme suggested for today's meditation is sharing God's gift with joy. ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക എന്ന ചിന്താവിഷയമാണ് ഇന്നത്തെ ധ്യാനത്തിന് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ചിന്താവിഷയം അതിമനോഹരമായി പരാമർശിച്ച് പോകുന്ന, ശക്തമായി വായനക്കാരെ പ്രചോദിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമായ 4 വായന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഒന്നാം പാഠമായി 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 29 വേഴ്സസ് 10 through 18 നമ്മൾ വായിച്ച് കേട്ടു. രണ്ടാം പാഠഭാഗമായി ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സസ് 17 to 22. ലേഖന ഭാഗമായി 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സസ് 6 to 11. ഇന്നത്തെ ഏവൻഗേലിയൻ വായനയായി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 19 through 13. ഇത് നമ്മൾ വായിച്ച് കേട്ടു. അതുകൊണ്ട് ഈ വേദഭാഗങ്ങളൊന്നും ആവർത്തിച്ച് വായിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം എനിക്ക് ഇന്നലെ തന്നെ ഇവിടെ വന്നപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചു, ഞങ്ങൾക്ക് വേഗം പോകേണ്ടവരാണ്, അതുകൊണ്ട് പ്രസംഗം നീട്ടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ ഈ വേദഭാഗത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തീയ കാര്യ വിചാരകത്വത്തെ സംബന്ധിച്ചും ക്രിസ്തീയ ദാനം എന്നതായ, ദൈവിക ദാനം പങ്കിടുക എന്നതായ വിഷയത്തെ സംബന്ധിച്ചും വളരെ ഗൗരവമായ ചിന്തകളാണ് നൽകുന്നത്. അത് ഇന്നത്തെ പാഠഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കേട്ടപ്പോൾ ശ്രദ്ധാപൂർവം കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വീട്ടിൽ പോയി വായിച്ചാൽ that text
will speak to you more clearly. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏകദേശം 38 ഉപമകൾ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ തൻ്റെ ശ്രോതാക്കളായി ഒപ്പമുണ്ടായിരുന്നവരോട് പങ്കുവെക്കുന്നുണ്ട്. അതിലൊരു ഉപമയാണ് ഇന്നത്തെ എവൻഗെലിയൻ വേദഭാഗമായി നമ്മൾ വായിച്ച് കേട്ടത്. ദ പാരബിൾ ഓഫ് ദ റിച്ച് മാൻ ആൻഡ് ലാസറസ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് ഇവിടെ നാം വായിച്ച് കേട്ടത്. വൈ ഷുഡ് വി ഗിവ്? എന്തുകൊണ്ട് നാം നൽകണം? എന്തുകൊണ്ട് നാം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പങ്കിടണം എന്നത് സംബന്ധിച്ച് ഈ വേദഭാഗങ്ങൾ നമ്മോട് സ്പഷ്ടമായി സംസാരിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ പ്രമേയം നമുക്ക് അറിവുള്ളതാണ്. നമ്മൾ ഈ ഒരു പുതിയ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങിക്കാനും ദേവാലയം നിർമ്മിക്കുവാനും താല്പര്യപ്പെട്ട അവസരത്തിൽ ഞാൻ അന്ന് ഇടവക അംഗങ്ങളുമായി കമ്മിറ്റി അംഗങ്ങളുമായി പങ്കുവെച്ച ഒരു വേദഭാഗമാണ് ആ വേദഭാഗം. അതായത് മഹാനായ ഇസ്രായേലിൻ്റെ രാജാവ് ദാവീദ് തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളൊക്കെ ഭദ്രമാക്കി രാജത്വം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ സ്വപ്നം, ദൈവത്തിന് ഒരു ആലയം, ദൈവത്തെ ആരാധിപ്പാനായി ഒരു ആലയം നിർമ്മിക്കണം. അപ്പം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്തത് ആരംഭിക്കാൻ സാധിച്ചില്ല. പക്ഷേ വിഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെ സമാഹരിച്ചു. ആ വിഭവ സമാഹരണത്തിൻ്റെ സമയം ദാവീദ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്ന് അല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ എന്തു ചെയ്താലും അതൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങിയത് മാത്രം ആണല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ ഓർക്കേണ്ടതായ ദൈവിക അനുഗ്രഹങ്ങളെ, ദാനങ്ങളെ പങ്കിടുന്ന വിഷയത്തിൽ നാം ഓർക്കേണ്ടതായ വസ്തുത ഇതാണ്. ഒരു വിഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം: ദ ബെസ്റ്റ് ഫോർ ഗോഡ് ആൻഡ് ദ റെസ്റ്റ് ഫോർ അവർസെൽവ്സ്. ദാറ്റ് ഈസ് ദ ട്രൂ ബിബ്ലിക്കൽ ടീച്ചിങ് ഓഫ് ഗിവിംഗ്. Unfortunately, often what we follow is the best for us and the rest for God എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്, ചിന്താഗതിയാണ്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അലൻ്റെ ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാസ്നേജിൻ്റെ മുൻപിൽ പുഞ്ച നിലങ്ങളാണ്. അപ്പോൾ ആ ഇടവകയിൽ മാത്രം ഞാൻ ഒരു 11-12 പോസ്റ്റിങ്ങുകളിലായി മൊത്തം 18 ഇടവകകളിൽ ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലയളവിൽ ഞങ്ങളുടെ പാസ്നേജിന് മുൻപിൽ ഉള്ള പുഞ്ച നിലം, അവിടെ കൃഷി ഇറക്കി വിളവെടുക്കുന്ന സമയം, അവർ കൊയ്ത്ത് നെൽപ്പാടം കൊയ്ത് കൂട്ടുന്ന സമയം, കറ്റകളായി കിട്ടുമ്പോൾ ആ കറ്റകളിൽ ഒരു കറ്റ ഒരു വലിപ്പമുള്ള കറ്റയായിരിക്കും, മറ്റ് എല്ലാ കറ്റകളിൽ നിന്ന് വലിയൊരു കറ്റയായിരിക്കും.
അതിനെന്താണ് പറയുന്നതെന്നറിയാമോ? തലക്കറ്റ എന്നാണ് അതിന് അവർ പറയുന്നതായിട്ടുള്ള പേര്. അത് എന്തിനാണ്? അത് പള്ളിയിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനാണ്. ഞാൻ ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റെങ്ങും ഞാൻ പിന്നീട് കണ്ടിട്ടില്ലാത്ത ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു കർഷക സമൂഹമാണ് ആ ഇടവകയുടെ ജനസംഖ്യ അംഗത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവർ എല്ലാവരും കൊണ്ടുവരുന്ന തലക്കറ്റകളെല്ലാം കൂടെ ശേഖരിച്ച് ഒരു വലിയ തുകയ്ക്കുള്ള നെല്ല് പല ലോറികളിലായിട്ടാണ് അത് അവസാനം ലേലം ചെയ്ത് വിൽപ്പന നടത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രമാത്രം അതാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അതിൽ നിന്ന് അവർ ആ വിധത്തിൽ നൽകിയിരുന്ന ഒരു രീതിയുണ്ട്. ഒരു പക്ഷേ നമുക്ക് പരിചിതമായ മറ്റൊരു രീതിയാണ് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിലൊക്കെ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ വീട്ടിലും കണ്ട് പരിചയിച്ചിട്ടുള്ളതായ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, പറമ്പിൽ വളരുന്ന തെങ്ങുകളിൽ ഏറ്റവും നല്ല ഫലം തരുന്ന ഒരു തെങ്ങ് കെട്ടുതെങ്ങ് എന്ന പേരിൽ വേർതിരിച്ചിരിക്കും. ആ തെങ്ങിൽ കായ്ക്കുന്നതായ തേങ്ങയൊക്കെയും ഇടവക പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ കൊടുക്കുന്നതിനാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയൻ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഈ വേദഭാഗം ഈ കർത്താവ് ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായ പാഠം എന്താണ്? പലപ്പോഴും ഈ ഒരു വേദഭാഗം ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം എന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ധ്യാനത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ അതിലുപരിയായി നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ പ്രധാനമായി 3 തരത്തിലുള്ള ജീവിത രീതികൾ, കാഴ്ചപ്പാടുകൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 വിധത്തിലുള്ള ജീവിതം. It mentions 2 types of life, 2 types of death and 2 types of life after death. ഇത് ഈ ഒരു ഉപമയിൽ, ഈ വേദഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നതായ ഒരു ചിന്തയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസ്തവത്തിൽ മരണാനന്തര ജീവിതം എപ്രകാരമായിരിക്കും എന്ന് ഒരു ആശയത്തെക്കുറിച്ച് പറയുക എന്നതിനേക്കാൾ ഉപരി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളെ നാം എങ്ങനെ പങ്കിടണം എന്നതിനെക്കുറിച്ച് ശക്തമായ ഉൾപ്രേരണ നമുക്ക് നൽകുന്ന ഒരു വേദഭാഗമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 ചിന്തകൾ ഈ വേദഭാഗത്ത് നിന്ന് വേഗത്തിൽ പങ്കിടട്ടെ. ഒന്ന്, എന്താണ് ഈ ഉപമയിൽ പരാമർശിക്കുന്ന ധനവാനായ മനുഷ്യൻ്റെ, അവൻ്റെ പേര് പറയുന്നില്ല, അവൻ്റെ കുറവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തായിരുന്നു? അവൻ്റെ കുറവ് അവിടെ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ വീടിൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് നായ്ക്കളോട് മത്സരിച്ച് ആ ധനവാനായ മനുഷ്യൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെ കൊണ്ട് തൻ്റെ വിശപ്പടക്കുവാൻ പോരാട്ടം നടത്തിയിരുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇത് ഇന്നത്തെ സാധാരണ അനുഭവങ്ങളുമായി നമ്മൾ താരതമ്യപ്പെടുത്തുന്നതായ അവസരത്തിൽ ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ ഈ ധനികനായ മനുഷ്യൻ ഈ പാവപ്പെട്ട ദരിദ്രനായ ലാസറിനോട് കാട്ടിയ ഒരു അനുകമ്പ എന്ന ഞാൻ കൊട്ടേഷനിൽ പറയുകയാണ്, അവന് കൊടുത്ത ആ ഒരു ആനുകൂല്യം, അവൻ്റെ പടിപ്പുരയ്ക്കൽ സ്ഥിരമായി കിടക്കുന്നതിന് ഉള്ള ഒരു അനുവാദം, അത് നൽകുമായിരുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഒരു വിധത്തിലും
അവനെ ഉപദ്രവിക്കുകയോ അവനെ വേറെ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നതായി നാം കാണുന്നില്ല. പിന്നെ അവൻ ചെയ്ത പാപം എന്ന് പറയുന്നത് എന്താണ്? ഹിസ് apathy towards that unfortunate poor Lazarus. തൻ്റെ വീടിൻ്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്നതായ ഹതഭാഗ്യനായ ആ മനുഷ്യനോടുള്ള തികഞ്ഞ അവഗണന എന്നതാണ് അവൻ്റെ പാപം എന്ന് നമുക്ക് പറയാൻ കഴിയും. The text does not say the rich man was inherently evil or he ever harmed the person, but his mistake was his apathy towards this poor man എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഗോഡ്സ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് that we enjoy in our life are not for ourselves only, but for sharing. And there is a joy in sharing. നമ്മൾ ഇന്ന് ലേഖന ഭാഗമായി വായിച്ച വേദഭാഗത്ത് അത് പറയുന്നുണ്ട്. God loves a cheerful giver. ദൈവം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ സ്നേഹിക്കുന്നു എന്നതായ ആ ഒരു അനുഭവം നാം കാണുന്നു. ഇസ്രായേലിലുള്ള 2 ജലാശയങ്ങളാണ്. ഒന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലും ഒന്ന് ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്നതായ ഒരു ജലാശയവും. ആദ്യത്തേത് ഇസ്രായേലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറിയ പങ്കും നിർവഹിക്കപ്പെട്ടതായ ഗലീലയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗലീലക്കടലാണ്. 2 അതിർത്തി പങ്കിടുന്നതായ ചാവുകടലും. ഈ 2 കടലും വെള്ളം സ്വീകരിക്കുന്നു. എന്നാൽ ഗലീലക്കടലിൽ ലഭിക്കുന്ന അത് ഗലീലക്കടൽ എന്ന് പറയുന്നത് അത് സ്വീകരിക്കുന്നതായ വെള്ളം അതിൽ നിന്ന് യോർദാൻ നദിയിലേക്ക് ഒഴുകി പോകുകയും ആ ജലാശയത്തെ മാത്രമല്ല ആ ജലാശയം ആ നദി ഒഴുകുന്നതായ പ്രദേശങ്ങളെയൊക്കെ അത് ഫലഭൂയിഷ്ഠമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരിക്കൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കുന്ന അവസരത്തിൽ നാം കാണുന്നുണ്ട് 153 തരം മത്സ്യങ്ങൾ അവർക്ക് ലഭിച്ചതായി നാം കാണുന്നു. അപ്പോൾ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് മാത്രമല്ല, പരിസരങ്ങളെയെല്ലാം ജീവസുറ്റതാക്കുന്ന ചൈതന്യവത്താക്കുന്ന ഒരു ജലാശയമാണ്. അങ്ങനെ ആയിത്തീരാൻ അതിനെ പ്രാപ്തമാക്കുന്നത് അത് സ്വീകരിക്കുക മാത്രമല്ല, പങ്കിടുക കൂടെ ചെയ്യുന്നു. എന്നാൽ ചാവുകടൽ അഥവാ ഡെഡ് സീ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ജലാശയം സഞ്ചയത്തെ സംബന്ധിച്ച് നാം കാണുന്നത് എന്താണ്? അവിടെ വീഴുന്നതായ വെള്ളമെല്ലാം അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. അത് ബാഷ്പീകരിക്കപ്പെട്ട് അത് ഉപ്പ് ആയി മാറുകയും ആ കടലിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഇങ്ങനെ അതിൽ ചവിട്ടുന്നവർ താണുപോവുകയല്ല, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായ ഒരു സ്ഥിതി അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും നാം സന്തോഷത്തോടെ പങ്കിടുക എന്നത് നമ്മുടെ സഹജീവികളോടും സഹോദരരോടുമൊക്കെയുള്ള ബന്ധത്തിൽ നമ്മുടെ അവഗണന, കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നാം മാറി കടന്നു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് വ്യത്യസ്തമായ അനുഭവമായിട്ട് തീരണം. രണ്ടാമത്, നാം സന്തോഷത്തോടെ പങ്കിടുന്നതാണ് ഒരു ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. ഷെയറിങ് വിത്ത് ജോയ് ബ്രിങ്സ് ദ കിങ്ഡം എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്.
നമ്മുടെ ഐഹിക ജീവിതത്തിനും ഈ ലോക ജീവിതത്തിനും സമ്പത്തിനും വിഭവങ്ങൾക്കും പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കുമെല്ലാം ഒരു പരിധിയുണ്ട്. അത് നമ്മുടെ ക്ഷണികമായ ഈ ലോകത്തിലെ ഒരു ചെറിയ കാലഘട്ടം മാത്രം നമുക്കൊപ്പമുണ്ടാകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മൾ ഈ ഐഹിക ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട പരമപ്രധാനമായൊരു വസ്തുതയുണ്ട്. അതെന്താണെന്നറിയാമോ? ലൈഫ് ഈസ് എ പ്രിഫൈസ് ടു ദ ബുക്ക് ഓഫ് ഇറ്റേണിറ്റി എന്നതായ തത്വമാണ്. അതായത് ഐഹിക ജീവിതം എന്ന് പറയുന്നത് അനശ്വരതയാകുന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു മുഖവുര മാത്രമാണ്. അപ്പോൾ നമ്മുടെ അനന്തമായ ആയുസ്സിൻ്റെ ഒരു മുഖവുര മാത്രമാണ് ഈ ലോകത്തിൽ നമ്മൾ 30, 60, 80, 90, 100 ഒക്കെ വർഷങ്ങൾ ഇവിടെ ജീവിച്ച് തീർക്കുന്നത്. അന്ന് നമുക്കുണ്ടായിരുന്നതും നാം വഹിച്ചതുമായ യാതൊരു പദവികളും സമ്പത്തും നമുക്കൊപ്പം, നമ്മോടൊപ്പം നിത്യതയിലേക്ക് വരികയില്ല എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ ലാസറിന് ലഭിച്ചത്? ലാസർ മരിച്ചു. ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇംഗ്ലീഷിൽ ഗോഡ്സ് ഏഞ്ചൽസ് ടുക്ക് ഹിം ടു ദ സൈഡ് ഓഫ് എബ്രഹാം. എബ്രഹാമിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ആ ധനവാനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി അബ്രഹാം പിതാവിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ട്, അബ്രഹാം പിതാവേ, എന്നോട് കനിവ് തോന്നണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കുന്നതിന് അവനെ ഒന്ന് അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടെ അവൻ 2 അപേക്ഷകൾ നടത്തുന്നുണ്ട്. ഈ അപേക്ഷ കേട്ട പിന്നാലെ കർത്താവ് എന്താ പറഞ്ഞത്? സാധ്യമല്ല. അബ്രഹാം പിതാവ് അവനെ ഓർപ്പിക്കുന്നത് എന്താ? അത് സാധ്യമല്ല. നിനക്കും ഞങ്ങൾക്കും തമ്മിൽ വലിയ ഒരു വിടവുണ്ട്, ഒരു പിളർപ്പുണ്ട്. ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും കടന്നു വരുവാൻ സാധ്യമല്ല. വീണ്ടും അവനിൽ ചില നന്മകൾ നാം കാണുന്നു. അതെന്താണ്? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ഭവനത്തിൽ എൻ്റെ 5 സഹോദരന്മാരുണ്ട്. അവർക്കെങ്കിലും എൻ്റെ ഈ ദുർഗതി വരാതിരിപ്പാൻ അവനെ അവരുടെ അടുക്കലേക്കൊന്ന് അയക്കണമേ. അപ്പം എന്താണ് അബ്രഹാം പിതാവ് പറയുന്നത്? അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്, തിരുവെഴുത്തുകളുണ്ട്. അത് അനുസരിച്ചാൽ തീർച്ചയായും ഇന്ന് ഈ ദരിദ്രനായ ലാസർ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ, ദൈവരാജ്യത്തിൻ്റെ നിത്യ ആനന്ദത്തിലേക്ക് കടന്നു വരുവാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് അവൻ അങ്ങോട്ട് പോകുവാൻ നിർവാഹമില്ല എന്നതാണ് ഇവിടെ അവനെ ഓർപ്പിക്കുന്നത്. നമ്മെ ഇന്ന് വായിച്ച് നാം കേട്ടതായ ലേഖനഭാഗം ഓർമ്മിപ്പിക്കുന്നതും എന്താണ്? ലേഖനഭാഗത്ത് 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, whoever sows sparingly will also reap sparingly, and whoever sows bountifully will reap bountifully. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, എന്നാൽ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നുള്ളതായ സത്യം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അവിടെ പറയുന്നത് എന്താണ്? സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. നമ്മുടെ ഗിവിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നെവർ ബി ഇൻ എ റിലക്റ്റന്റ് മൂഡ്, ഓർ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ അണ്ടർ കമ്പൽഷൻ. നമ്മുടെ ആരുടെയെങ്കിലും ബാഹ്യമായ നിർബന്ധത്താലല്ല, നമ്മുടെ ഉള്ളിൽ നാം ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം
എങ്ങനെ അസാധാരണമായ രീതിയിൽ സാഹചര്യത്തിലും ഒരു വ്യക്തിക്ക് തൻ്റെ നന്മകൾ പങ്കിടാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 2 കാശിട്ട വിധവയുടെ 2 ചില്ലിക്കാശാണ്. ലോകത്തിൻ്റെ മുൻപിൽ കാര്യമായ വിലയൊന്നുമില്ലാത്തതായ കാര്യം. പക്ഷേ അവളുടെ ദാനം എങ്ങനെയുള്ളതായിരുന്നു? ഷീ ഓഫേർഡ് whatever she had. അവൾക്കുണ്ടായിരുന്നത് മുഴുവൻ അവൾ അർപ്പിച്ചു എന്നതാണ് അവളുടെ ദാനത്തിൻ്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും സമ്പത്തും വിഭവങ്ങളും നമ്മുടെ ആയുസ്സിൻ്റെ കഴിവുകളും സാധ്യതകളുമൊക്കെ നാം ആരും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്കൊപ്പം കൊണ്ടുപോവുകയില്ല. നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ ചുമന്നുകൊണ്ടുപോയി സെമിത്തേരിയിൽ, കല്ലറയിൽ നമ്മെ അടക്കുമ്പോൾ അവിടെ നാം എന്ത് പദവി വഹിച്ചിരുന്നു, നമുക്കെന്ത് സമ്പത്തുണ്ടായിരുന്നു എന്നൊന്നും എഴുതി വയ്ക്കാറില്ല. അവിടെ എഴുതി വയ്ക്കുന്നത് എന്താണ്? സോ ആൻഡ് സോ, ബോൺ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ് ആൻഡ് ഡൈഡ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്. ഇത്ര മാത്രമേ ടൂം സ്റ്റോണിൽ അവിടെ എഴുതി വയ്ക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമുക്ക് ദൈവം തന്ന നന്മകൾ നമ്മളിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ വലിയ വീടുകളും നമ്മുടെ വില കൂടിയ കാറുകളും നമ്മുടെ ആഡംബരപൂർവമായ ജീവിതത്തിനായി നാം ഉപയോഗിക്കുന്ന യാതൊരു ഭൗതിക വസ്തുക്കളും, നാം ഈ ലോകത്തിൽ വഹിച്ചിരുന്ന ഒരു പദവിയും നമ്മോടൊപ്പം കടന്നു വരികയില്ല. എന്നാൽ നാം സന്തോഷത്തോടെ പങ്കുവെച്ച നമ്മുടെ ജീവിതം തീർച്ചയായും വലിയവനായ ദൈവത്തിൻ്റെ മുൻപിൽ നന്മയ്ക്കായി, നിത്യജീവൻ്റെ സന്തോഷത്തിനായി പരിഗണിക്കപ്പെടും. കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന അന്ത്യന്യായവിധി നാളിലെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എന്താണ്? എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തയിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ വിഭാഗക്കാരോട് പറയുന്നത് എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളകത്തു വന്ന് ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അനുഭവിച്ചുകൊള്ളുവേൻ. ഷെയറിങ് ഓഫ് God's blessings, material blessings, the blessings of our blessings and possibilities of our life will result in experiencing the kingdom experience in our life. May the great God bless you and enable us to experience such a blessed end in our life. Let us bow our heads in prayer. പ്രാർത്ഥനയ്ക്കായി ചുമതലപ്പെടുത്തിയ ആൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ,